14-ാം ഞായറാഴ്ചയിലെ എൻജോയ്മെന്റ് അപ്ഡേറ്റ്സിൽ ഞാൻ തന്നെയാ. ഈ ആഴ്ചയിലെ ഏറ്റവും വലിയ വിശേഷം എന്ന് പറയുന്നത് വിശുദ്ധ തോമസ് ലീഹയുടെ തിരുനാളും റൂബി ജൂബിലിയുടെ ഉദ്ഘാടനവുമായിരുന്നു. ഭാരതത്തിന്റെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ ആദ്യ വിത്തുകൾ പതിഞ്ഞ മണ്ണാണ് നമ്മുടേത് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ആ ചുടുമണ്ണിന്റെ വിശ്വാസം നമ്മിലേക്ക് ആഴത്തിലിറങ്ങാൻ വഴിയൊരുക്കട്ടെ. ഈ അഭിമാനത്തിന്റെ മാധുര്യം ഇരട്ടിയായല്ലോ. അതേ കൂട്ടുകാരെ, നമ്മുടെ സ്വന്തം കോട്ടപ്പുറം രൂപത സ്ഥാപിതമായതിന്റെ റൂബി ജൂബിലി വർഷമായാണ് 2027 നാം ആഘോഷിക്കുന്നത്. 1987 ജൂലൈ 3 വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ക്വാ അക്തിയൂസ് എന്ന ബൂള വഴിയാണ് കോട്ടപ്പുറം രൂപത നിലവിൽ വന്നത്. ജൂലൈ 3 എല്ലാ തരത്തിലും നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാകിയാൽ എല്ലാ വർഷവും ജൂലൈ 3 രൂപത ദിനമായി നാം ആചരിക്കാൻ പോവുകയാണ്. ഇത്തവണത്തെ രൂപത ദിനത്തോടനുബന്ധിച്ച് അഭിവന്ദ്യ പിതാവ് ദിവ്യബലിക്ക് ശേഷം റൂബി ജൂബിലി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുകയും ലോഗോ പ്രകാശനം ചെയ്യുകയും ചെയ്തു. നമ്മുടെ പള്ളിയിൽ നാളെയാണ് ലോഗോ പ്രകാശനം ചെയ്യുന്നത്. പൈതൃക ഭൂവിൽ ഒരു മനമായി എന്ന ആപ്തവാക്യത്തിലൂന്നിയാണ് രൂപതയുടെ 3 വർഷം നീളുന്ന റൂബി ജൂബിലി ആഘോഷങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ വരുന്ന ഞായറാഴ്ച 11ാം ക്ലാസ്സുകാരുടെ കാഴ്ചവെപ്പാണ്. ക്ലാസ് അസംബ്ലിയിൽ വെച്ച് റൂബി ജൂബിലിയെ കുറിച്ച് 11ാം ക്ലാസ്സുകാരെ ഒരു സസ്പെൻസ് തരുന്നുണ്ട്. കഴിഞ്ഞ ഞായറാഴ്ച PTA ജനറൽ ബോഡി യോഗത്തിൽ വെച്ച് സമ്മാനദാനമുണ്ടായിരുന്നു. നിങ്ങളും കണ്ടിരുന്നതല്ലേ? നമ്മുടെ ഇടവക രൂപത തലത്തിലും സംസ്ഥാന തലത്തിലും സമ്മാനങ്ങൾ വാരിക്കൊയ്യുകയായിരുന്നു. നമ്മുടെ തിരുഹൃദയ ലത്തീൻ പള്ളി കോട്ടപ്പുറം രൂപതയുടെ പൊന്നിൻ താരകമല്ലേ. ഈ വരുന്ന ഞായറാഴ്ചയിലെ സുവിശേഷ ഭാഗത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങളാണ് സുവിശേഷ ഭാഗം. ഇതിൽ യേശു സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ചാണ്. കൂട്ടുകാരെ, നിങ്ങൾ എല്ലാവരും പ്രതിവചന സങ്കീർത്തനം ഉറക്കെ പറയണേ. ഞങ്ങളുടെ മേൽ കരുണ തോന്നുവോളം ഞങ്ങളുടെ കണ്ണുകൾ കർത്താവിനെ നോക്കിയിരിക്കുന്നു എന്നതാണ് ഈ വരുന്ന ഞായറാഴ്ചയിലെ നമ്മുടെ പ്രതിവചന സങ്കീർത്തനം. റൂബി ജൂബിലി വർഷത്തിന്റെ ഒരുക്കത്തിനായുള്ള ആത്മീയ യാത്രയിൽ പൈതൃക ഭൂവിൽ ഒരു മനമായി നമുക്ക് ഒന്നിച്ച് കൈകോർക്കാം. ആന്റോണിയൻ അപ്ഡേറ്റ്സ് ഇനി അടുത്ത ശനിയാഴ്ച 7 മണിക്ക് കാണാൻ മറക്കല്ലേ.